ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റ സ്വർണം കണ്ടെത്തി. കർണാടകയിലെ ബെല്ലാരിയിൽ നിന്നാണ് സ്വർണം കണ്ടെത്തിയത്. ഒരു തൊണ്ടി മുതൽ കൂടിയാണ്. ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം വിറ്റത്. സിജോ വി ജോൺ വിശദാംശങ്ങളുമായി ചേരുന്നു. സിജോ, അങ്ങനെ നാളുകളായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിവാദത്തിന്റെ അതിന്റെ തുടർന്നുള്ള അന്വേഷണത്തിൽ ഒരു നിർണായകമായ വഴിത്തിരിവിലേക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കടന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ബെല്ലാരിയിൽ നിലവിൽ SIT എത്തിയിട്ടുണ്ടോ? ഈ പറയുന്ന ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ നിന്ന് ഈ തൊണ്ടി മുതലായ ഈ സ്വർണ്ണപ്പാളികൾ ഉരുക്കി കട്ടിയാക്കി വെച്ചതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് കണ്ടെടുത്തിട്ടുണ്ടോ, പിടിച്ചെടുത്തിട്ടുണ്ടോ? ഇനിയുള്ള SITയുടെ നീക്കങ്ങൾ എങ്ങനെയാണ്? ഇതിന്റെ പങ്ക് പറ്റിയത് എന്ന് വെച്ചാൽ ഈ ബെല്ലാരിയിലെ ഈ ഗോവർദ്ധൻ ഇത് വിറ്റു എന്ന് ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. അതിന്റെ പണം പറ്റിയത് ഈ പോറ്റി മാത്രമാണോ? കൂടുതൽ പേരിലേക്ക് പങ്ക് പോയിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ എത്ര വേഗത്തിൽ SIT കടക്കാൻ സാധ്യതയുണ്ട്? സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇന്നലെ രാവിലെയാണ് SIT സംഘം ബംഗളൂരുവിലേക്ക് തിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടി ബെല്ലാരിയിലെത്തിയ സംഘം ഈ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം കണ്ടെടുത്തിരിക്കുകയാണ്. ഇനി അതിൽ ഒരു സ്ഥിരീകരണം വരേണ്ടത് 2019 ഇയാൾ കൊണ്ടുപോയിട്ടിരിക്കുന്ന സ്വർണം തന്നെയാണോ എന്നുള്ള സംബന്ധിച്ചാണ്. അക്കാര്യങ്ങളിൽ പരിശോധന നടത്തുകയും ചെയ്യുകയാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2019 കൊണ്ടുപോയതാണ്. ഇത്രയും നാളായി ഈ ജ്വല്ലറിയിൽ തന്നെ ഇത് വെക്കേണ്ടിയുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഒരുപക്ഷെ വിശ്വാസപരമായ കാര്യങ്ങൾ ഇതിൽ പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം ഈ ജ്വല്ലറിയിലൊക്കെ ശബരിമലയിലെ സ്വർണം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വലിയ ഐശ്വര്യം കൊണ്ടുവരും എന്നുള്ളൊരു വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അത്തരത്തിൽ വെച്ചിരുന്നതാണ് എന്നുള്ള സംശയമാണ് നിലനിൽക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ അന്വേഷണ സംഘം 400 ഗ്രാമിലധികം സ്വർണ്ണമാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. അവിടെ സ്വർണ്ണ കട്ടികളാണ് കൊണ്ടുപോയിരിക്കുന്നതെന്നാണ് വിവരം ലഭിക്കുന്നത്. ഇനി അതിൻ്റെ ഒരു അന്ന് കൊണ്ടുപോയ സ്വർണത്തിന് പകരം ഒരു തൊണ്ടി മുതലായി വേണമെങ്കിൽ അവിടെ നിന്ന് അവർക്ക് വേറെ സ്വർണം എടുക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നിരിക്കുന്ന സ്വർണ്ണമാണ് എന്നുള്ളത് സംബന്ധിച്ച് ഒരു സംശയം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അക്കാര്യത്തിലൊരു സ്ഥിരീകരണം വരുന്ന മണിക്കൂറുകൾ തന്നെ അറിയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയായിരുന്നു ഇവിടെ മൊഴി നൽകിയിരുന്നത്. SITക്ക് മൊഴി നൽകിയിരുന്നത്. താൻ ചെന്നൈക്ക് കൊണ്ടുപോയ സ്വർണം അത് ഉരുക്കിയെടുത്തതിന് ശേഷം ഉണ്ടായിരുന്ന 476 ഗ്രാമാണ് ഉണ്ടായിരുന്നത്. അത് ബെല്ലാരിയിലുള്ള ഗോവർദ്ധൻ എന്ന് പറയുന്ന ഒരു സ്വർണ്ണ വ്യാപാരിക്ക് വിറ്റു എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് ഈ ഗോവർദ്ധനെ SIT സംഘം വിശദമായി ചോദ്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞ ദിവസം തന്നെ ചെയ്തിരുന്നു. ഇയാളിൽ നിന്ന് പരമാവധി വിവരങ്ങൾ എടുത്തതിന് ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഈ ജ്വല്ലറിയിൽ എത്തുന്നത്. അവിടുന്ന് സ്വർണം പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ തുടർ പരിശോധനകൾ നടക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇനി ഇയാളുടെ പങ്ക്, ഈ ഗോവർദ്ധന്റെ പങ്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അന്വേഷണ സംഘം പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഈ ഇടപാട് മാത്രമല്ല, നേരത്തെയും ചില ഇടപാടുകൾ ഇയാളുമായി നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിലേക്ക് സംഘം കടക്കുകയും ചെയ്യുകയാണ്. ഒരുപക്ഷെ ഗോവർദ്ധനെ കൂടി അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രതി ചേർക്കാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ സാധിക്കില്ല. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിനെ കൂടുതൽ സഹായിക്കുന്നതിന്റെ ഭാഗമായിട്ട്, അതിനെ കേസ് കൂടുതൽ ബലപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഗോവർദ്ധനെ വേണമെങ്കിൽ സാക്ഷിയായി നിലനിർത്തുകയും ചെയ്യാം. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ സ്വർണം കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ ദ്വാരപാലക ശില്പവും അതോടൊപ്പം തന്നെ കട്ടിളപ്പാളിയും കൊണ്ടുപോയി സ്വർണം ഉരുക്കിയെടുത്ത് അതിന്റെ ജോലികൾ ചെയ്തിരിക്കുന്നത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലാണ്. അവിടെ ഈ ജോലി ചെയ്തതിന്റെ ഭാഗമായി 108 ഗ്രാം സ്വർണമാണ് നൽകിയിരിക്കുന്നത്. ഈ ബംഗളൂരുവിലെ ഈ സംഘത്തിന്റെ പരിശോധന പൂർത്തിയാക്കി വൈകാതെ തന്നെ ഈ സംഘം അവിടെ നിന്ന് ചെന്നൈയിലേക്ക് തിരിക്കും. അവിടെ സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധനയുണ്ടാവും. അവിടെ നിന്ന് ഈ രേഖകൾ പരിശോധിക്കുകയും അതോടൊപ്പം തന്നെ അന്ന് കൊടുത്ത ഈ സ്വർണം റിക്കവർ ചെയ്യാനുള്ള നടപടികളിലേക്ക് പോവുകയും ചെയ്യുന്നതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമാവും ഹൈദരാബാദിലേക്ക് സംഘം പോവുക. ഈ ഹൈദരാബാദിൽ സ്വർണ്ണപ്പാളികൾ കുറേ ദിവസം വെച്ചിരുന്നു, 39 ദിവസം വെച്ചിരുന്നു. അവിടെ അട്ടിമറി നടന്നിട്ടുണ്ടെന്നൊരു സംശയമുണ്ട്. ആ സ്ഥലം കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ്. എന്തായാലും ഒരു വളരെ നിർണായകമായ ഒരു ഘട്ടമാണ് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത് പറയേണ്ടി വരും. കാരണം ഇത്തരത്തിലൊരു സ്വർണ്ണക്കൊള്ള നടന്നു എന്ന് പറയുമ്പോൾ അത് മൊഴികൾ അല്ലെങ്കിൽ ശാസ്ത്രീയമായ മറ്റ് തെളിവുകൾ, രേഖകൾ എന്നപ്പുറത്തേക്ക് ഈ തൊണ്ടി മുതൽ കണ്ടെടുക്കുക എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താൻ സാധിച്ചിട്ടുണ്ട്. ഇനി പടിപടിയായി ഓരോ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘത്തിന് അതിവേഗം കടക്കുകയും ചെയ്യാൻ സാധിക്കും. സിജോ വിജോനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.